Is love real or just chemistry? പ്രണയിക്കുന്നത് ഹൃദയം കൊണ്ടാണോ? മിക്കപ്പോഴും ലവ് ഈസ് സിംബലൈസ്ഡ് ബൈ ഹാർട്ട്. ഇവൻ ബ്രേക്കപ്പ് പോലും വിശേഷിപ്പിക്കുന്നത് ഹാർട്ട് ബ്രേക്ക് എന്നാണ്. ബട്ട് പ്രണയത്തിന് ഹൃദയമായ ഒരു ബന്ധവുമില്ല. ഇറ്റ് ഈസ് ടോട്ടലി കൺട്രോൾഡ് ബൈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഓൺ യുവർ ബ്രെയിൻ. മെയിൻ പർപ്പസ് ഓഫ് ലവ് ഈസ് റീപ്രൊഡക്ഷൻ, ഇമോഷൻ ഡ്രിവൺ ബൈ ഹോർമോൺസ്. ഇവല്യൂഷൻ്റെ ഭാഗമായ സർവൈവൽ എന്ന കഷ്ടപ്പെട്ട യാത്രയിൽ സഹായിച്ചൊരു സുഖാനുഭൂതി ലവ്. ഒരാളെ സ്നേഹിക്കുമ്പോൾ അവരിൽ മാത്രം ശ്രദ്ധ പോവുക, അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്തു വെക്കുക, അവരുടെ മോശം ക്വാളിറ്റീസ് എല്ലാം മറക്കുക. പിങ്ക് ലെൻസ് എഫക്റ്റ്. നിങ്ങൾ നിങ്ങളുടെ ലവേഴ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹോർമോൺ ഡോപ്പമിൻ, ഹാപ്പി ഹോർമോൺ. ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ, നല്ല ഫുഡ് കഴിക്കുമ്പോൾ ബോഡി റിലീസ് ചെയ്യുന്ന ഹോർമോൺ. നെക്സ്റ്റ്, നോറെപ്പിനെഫ്രിൻ. നിങ്ങൾ എനർജറ്റിക് ആയിരിക്കാൻ കാരണം ഈ ഹോർമോണാണ്. ഫോൾ ഇൻ ലവ് കോസസ് ഫോൾ ഇൻ സെറട്ടോണിൻ. അറ്റാച്ച്മെൻറ്റ് എന്ന സ്റ്റേജിൽ റിലീസ് ചെയ്യുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, ബോണ്ടിങ് കെമിക്കൽസ്. ഫീനൈൽ ഇഥൈലമീൻ, PEA, ലവ് മോളിക്യൂൾ എന്ന് പറയും. ഫീലിങ്സ് ഓഫ് യൂഫോറിയ, എനർജി ആൻഡ് ഫോക്കസ് നൽകുന്നത് ഈ മോളിക്യൂളാണ്. സയൻറ്റിഫിക്കലി സ്പീക്കിംഗ് രണ്ടുപേര് തമ്മിൽ ഒന്നിക്കാൻ എളുപ്പമാണ്, പക്ഷെ നിലനിന്നു പോകാനാണ് പാട്. ലോങ് ടേം റിലേഷൻഷിപ്പിൽ ലവ് ആണോ ഫ്രണ്ട്ഷിപ്പാണോ ഇമ്പോർട്ടൻറ്റ്? സ്റ്റഡി സേസ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സൈക്കോളജിസ്റ്റ് മേരി എൻസ്വർത്തിന്റെ അറ്റാച്ച്മെന്റ് തിയറി പ്രകാരം 3 ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ട് റിലേഷൻഷിപ്പിൽ. 1, ആങ്ഷ്യസ്ലി അറ്റാച്ച്ഡ് പാർട്ട്നേഴ്സ്. അവരെപ്പോഴും ഓവർ തിങ്ക് ചെയ്യും, പാർട്ട്നേഴ്സ് അവൈലബിൾ ആയില്ലെങ്കിൽ ടെൻഷനാവും. നെക്സ്റ്റ്, അവോയ്ഡൻ്റ്ലി അറ്റാച്ച്ഡ് പാർട്ട്നേഴ്സ്. ദേ ഹാവ് കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ്. അടുത്തത്, സെക്യൂർലി അറ്റാച്ച്ഡ് പാർട്ട്നേഴ്സ്. അവരവരുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. നല്ലതാണ്, ബട്ട് റെയർ. ഇനി ഫോർ സിംഗിൾസ്. ലോകത്ത് 800 കോടി ജനങ്ങളുണ്ട്. ഇന്ത്യയിലോ 140 കോടി ജനങ്ങൾ. കേരളത്തിലാണെങ്കിൽ 3.5 കോടി ജനങ്ങളുണ്ട്. ദ സെക്സ് റേഷ്യോ ഓഫ് കേരള ഈസ് 1084 ഫീമെയിൽസ് ഫോർ 1000 men. Someone is waiting for you. You are not late. You are just early for the right person. ഇത് മോട്ടിവേഷൻ ഒന്നുമല്ല, പ്യുവർ സ്റ്റാറ്റിസ്റ്റിക്സ്. ഞാൻ പ്രണയത്തിൻ്റെ പിന്നിലെ സയൻസ് പറഞ്ഞു. ബട്ട് സയൻസ് കൊണ്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയതാണോ പ്രണയം? സംടൈംസ് ഇറ്റ്സ് മാജിക്കൽ അല്ലേ?